ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ശിശുരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. ലോകത്തെമ്പാടുമായി ഓരോ വർഷവും കോടിക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന, അതിൽ തന്നെ ഏതാണ്ട് 30 മുതൽ 50 ലക്ഷം പേർക്ക് ഗുരുതരമായ രോഗാവസ്ഥയുണ്ടാക്കാൻ കഴിവുള്ള ഒരു അസുഖമാണ് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ. ഏകദേശം 3 മുതൽ 6.5 ലക്ഷം വരെ ശ്വാസകോശ സംബന്ധമായ മരണങ്ങൾക്ക് ഇത് കാരണമാകുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാകുമല്ലോ. 5 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളിലെ ഇൻഫ്ലുവൻസയുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഏതാണ്ട് 99% വികസ്വര രാജ്യങ്ങളിലാണ് എന്നതാണ് വസ്തുത. എന്താണ് ഇൻഫ്ലുവൻസ? ഇൻഫ്ലുവൻസ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് ഇൻഫ്ലുവൻസ. ഈ വൈറസ് ബാധയുണ്ടാകുന്ന ബഹുഭൂരിപക്ഷം പേരിലും അത് പ്രത്യേകിച്ച് വലിയ രോഗാവസ്ഥ സാധാരണ ഉണ്ടാക്കുന്നില്ല. പനി, തൊണ്ടവേദന, ചുമ, തലവേദന, മൂക്കടപ്പ്, ക്ഷീണം, ദേഹം വേദന എന്നിവയായിരിക്കും സാധാരണയായി കാണുന്നത്. കുട്ടികളിൽ അതോടൊപ്പം ഛർദിലും വയറിളക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ 5 ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അസുഖം ഭേദമാവുകയും ചെയ്യും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് ഇത് ഗുരുതരമായ രോഗാവസ്ഥയുണ്ടാക്കാറുണ്ട്. വൈറസ് മൂലമോ അല്ലെങ്കിൽ അതോടൊപ്പം ബാധിക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയ മൂലമോ ഉള്ള കഫക്കെട്ട് അഥവാ ന്യൂമോണിയ, പ്രത്യേകിച്ചും കുട്ടികളിലാണെങ്കിൽ ചെവിയിലെ അണുബാധ ഓട്ടൈറ്റിസ് മീഡിയ, ക്രൂപ്പ്, ചെറിയ ശ്വാസനാളങ്ങളെ ബാധിച്ച് ശ്വാസം മുട്ടലുണ്ടാക്കുന്ന ബ്രോങ്കിയോലൈറ്റിസ്, നേരത്തെ തന്നെ ആസ്മയുള്ള കുട്ടികളിൽ തീവ്രമായ ശ്വാസം മുട്ടൽ, തലച്ചോറിനെ ബാധിക്കുന്ന എൻകെഫലോപ്പതി എന്നിവ മാത്രമല്ല രോഗം മൂർച്ഛിച്ച് ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനിടയുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഇൻഫ്ലുവൻസയെപ്പറ്റി സാധാരണ ജനം കൂടുതൽ അറിയുന്നത് 2009 തുടങ്ങിയ മഹാമാരിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അന്നാണ് H1N1 എന്ന പദം തന്നെ പ്രസിദ്ധമായതും. പക്ഷേ 2000 പരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു അസുഖമാണിത്. 5-ാം നൂറ്റാണ്ടിൽ ഹിപ്പോക്രട്ടീസ് ഇതിനെപ്പറ്റി വിവരണം നൽകിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഇത് പടർന്നു പിടിച്ച വേളയിലാണ് നക്ഷത്രങ്ങളുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഓഫ് സ്റ്റാർസ് എന്നതിൽ നിന്നും ഇൻഫ്ലുവൻസ എന്ന പേര് ഇതിന് കിട്ടിയത്. ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രോഗാവസ്ഥയെപ്പറ്റിയും ഗുരുതരാവസ്ഥയെപ്പറ്റിയും പറഞ്ഞു. അതുമാത്രമല്ല, എപ്പിഡമിക്കും പാൻഡമിക്കും ഉണ്ടാക്കാനുള്ള ഇതിൻ്റെ കഴിവാണ് ഇതിൻ്റെ പ്രാധാന്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു ജനസമൂഹത്തിലാകെ ഒരു സാംക്രമിക രോഗം പടർന്നു പിടിക്കുന്ന അവസ്ഥയാണ്. കോവിഡ് പോലെ ഒരു കാലയളവിൽ ലോകമെമ്പാടും അല്ലെങ്കിൽ അനേകം ഭൂഖണ്ഡങ്ങളിൽ ഒരു രോഗം പടർന്നു പിടിക്കുന്നതിനെയാണ് പാൻഡമിക് അഥവാ മഹാമാരി എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസയുടെ 4 മഹാമാരികൾ കഴിഞ്ഞ 100 വർഷത്തിനിടയിലുണ്ടായി. ഭയാനകമായിരുന്ന, വലിയ രീതിയിൽ നാശം വിതച്ച 1918 സ്പാനിഷ് ഫ്ലൂ, 1957 ഏഷ്യൻ ഫ്ലൂ, 1968 ഹോങ്കോങ് ഫ്ലൂ, അതുപോലെ ഈ അടുത്ത കാലത്തുണ്ടായ 2009 മെക്സിക്കൻ ഫ്ലൂ. വിവിധ എപ്പിഡമിക്കുകളിലും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പാൻഡമിക്കുകളിലുമായി കോടിക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് കാരണമായ ഒരു രോഗമാണ് സാധാരണഗതിയിൽ ഒരു ചെറിയ ഫ്ലൂ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന ഇൻഫ്ലുവൻസ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇൻഫ്ലുവൻസ വൈറസാണ് ഈ രോഗമുണ്ടാക്കുന്നത് എന്ന്. ഘടനയിലും പ്രഹരശേഷിയിലും വ്യത്യാസം വരുത്തുവാനുള്ള കഴിവാണ് ഇതിനെ വ്യത്യസ്തനാമൊരു വൈറസാക്കുന്നത്. അതുതന്നെ ABCD എന്ന് 4 തരമുണ്ട്. ഇൻഫ്ലുവൻസ എ വൈറസാണ് മഹാമാരികൾ ഉണ്ടാക്കുന്നത്. അത് മനുഷ്യനിൽ മാത്രമല്ല പന്നികളിലും പക്ഷികളിലും കണ്ടുവരുന്നു. ബിയും സിയും പ്രധാനമായും മനുഷ്യനിലാണ് കാണപ്പെടുന്നത്. എയും ബിയും എപ്പിഡമിക്കുകൾ ഉണ്ടാക്കുമെങ്കിലും സി വൈറസ് വളരെ ലഘുവായ അസുഖം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഡി വൈറസ് മനുഷ്യരിൽ അസുഖം ഉണ്ടാക്കുന്നുമില്ല. ഇൻഫ്ലുവൻസ എ വൈറസിൻ്റെ പുറത്തുള്ള ആൻറ്റിജൻ അഥവാ പ്രതിജനകമാണ് H എന്ന അക്ഷരം സൂചിപ്പിക്കുന്ന ഹീം അഗ്ലൂട്ടിനും N സൂചിപ്പിക്കുന്ന ന്യൂറമിനിഡേസും. ഇത് രണ്ടും, പ്രത്യേകിച്ചും H, അതിൻ്റെ പ്രഹരശേഷി നിർണ്ണയിക്കുന്ന ഒന്നാണ്. ആൻറ്റിജൻ അഥവാ പ്രതിജനകം എന്നാൽ അന്യമായി അല്ലെങ്കിൽ ശത്രുവായി കണക്കാക്കി നമ്മളുടെ ശരീരം പ്രതിരോധ പ്രക്രിയകളിലൂടെ ആക്രമിക്കുന്നവയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ മറികടക്കാൻ വൈറസിന് കഴിയുന്നത് അതിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് 2 രീതിയിലാകാം. പ്രതിജനകത്തിലെ വ്യതിയാനം അഥവാ ആൻറ്റിജനിക് ഡ്രിഫ്റ്റ്, പതുക്കെ ജീനിൽ പരിവർത്തനമുണ്ടാക്കിയെടുത്ത് പുറത്തെ ആൻറ്റിജനിൽ മാറ്റമുണ്ടാക്കിയെടുക്കുന്ന രീതി. ആ മാറ്റം കാരണം നമ്മുടെ പ്രതിരോധ ശക്തിയെ കബളിപ്പിച്ച് മറികടന്ന് അസുഖമുണ്ടാക്കാൻ അതിന് കഴിയുന്നു. ഇതാണ് ഓരോ വർഷവും ഒരു പുതിയതരം വൈറസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം. മറ്റൊന്ന് ആൻറ്റിജനിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആൻറ്റിജനിലെ സമ്പൂർണ്ണ മാറ്റം.
ഇവിടെ രണ്ടോ അതിലധികമോ വൈറസുകൾ കൂടിച്ചേർന്ന് ഒരു പുതിയ വൈറസ് പുതിയ ആയുധവുമായി ആൻറ്റിജനുമായി രൂപപ്പെടുന്നു. നമ്മുടെ രോഗപ്രതിരോധ മാർഗങ്ങൾക്ക് തികച്ചും അപരിചിതമായ ഒന്ന്. അതുകൊണ്ട് തന്നെ അതുമൂലമുള്ള രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു, തീവ്രമാകുന്നു. ഇതാണ് മഹാമാരികൾക്ക് കാരണമാകുന്നത്. ഇത്തരം മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്നുണ്ടെങ്കിലും വലിയ അപകടകാരിയായ മാറ്റങ്ങൾ വന്ന് തീവ്ര പ്രഹരശേഷിയുള്ള പുതിയ വൈറസുകൾ ഉണ്ടാകുന്നത് അപൂർവമാണെന്നതാണ് മഹാഭാഗ്യം. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരസുഖമാണ് ഇൻഫ്ലുവൻസ. ഒരു രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന സ്രവങ്ങളുടെ ചെറുകണങ്ങൾ വഴിയാണ് ഈ വൈറസ് മറ്റൊരാളിലെത്തുന്നത്. ആ സമയത്ത് തൊട്ടടുത്തുള്ള ആളിലേക്ക് ഇത് നേരിട്ടെത്തുന്നു. ഈ തുള്ളികൾ പതിക്കുന്ന പ്രതലങ്ങളിൽ ഇവ ഏതാണ്ട് 24 മണിക്കൂർ വരെ ഉണ്ടാവും. അവിടെ തൊട്ടതിനു ശേഷം ഒരാൾ തൻ്റെ മൂക്കിലോ ചുണ്ടിലോ വായിലോ തൊടാനിടയായാൽ അങ്ങനെയും ഇത് പകരാം. ഈ രോഗം ബാധിച്ച ഒരാൾ അയാൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ദിവസം മുൻപ് മുതൽ അസുഖം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. മൂക്കിലെ സ്രവങ്ങളിൽ രോഗാവസ്ഥയുടെ ആദ്യ 3 ദിവസങ്ങളിലാണ് ഏറ്റവും അധികം വൈറസ് കാണപ്പെടുന്നതെങ്കിലും ഏതാണ്ട് 7 ദിവസം വരെ കുറഞ്ഞ അളവിലെങ്കിലും അതുണ്ടാകും. വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. നല്ല ആരോഗ്യവാന്മാരുൾപ്പെടെ ആർക്കു വേണമെങ്കിലും ഈ അസുഖം ബാധിക്കാം. അതുപോലെ ഏത് പ്രായക്കാർക്കും ഇത് മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിൽ എത്തുകയും ചെയ്യാം. പക്ഷേ ചില വിഭാഗക്കാരിലാണ് ഇത് കൂടുതലായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിൽ കൂടുതലുള്ളവർ, ഗർഭിണികൾ, ആസ്മ, ഡയബറ്റീസ്, ഹൃദ്രോഗങ്ങൾ, രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന രോഗങ്ങളുള്ളവർ, അതുപോലെ നല്ല വണ്ണമുള്ളവർ എന്നിവർ ഇതിൽപ്പെടുന്നു. സാധാരണഗതിയിൽ പ്രത്യേകിച്ചും ഒരു എപ്പിഡമിക്കിൻ്റെ സമയത്ത് രോഗലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞ് രോഗിയെ പരിശോധിച്ചുകൊണ്ട് തന്നെ രോഗനിർണയം നടത്താനാവും. കോവിഡിന് ചെയ്യുന്നത് പോലെ തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും ഉള്ള സ്രവം സ്വാബ് ഉപയോഗിച്ചെടുത്ത് പരിശോധനകൾ നടത്തി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം നെഞ്ചിൻ്റെ എക്സ്റേയും രക്തപരിശോധനയും ആവശ്യമായി വന്നേക്കാം. ഭൂരിഭാഗം പേരിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കൂടാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗം മാറാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കടുത്ത പനിയുണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള മരുന്നും വിശ്രമവുമാണ് നിർദ്ദേശിക്കാറുള്ളത്. ധാരാളം വെള്ളം കുടിക്കുകയും നല്ല ആഹാരം കഴിക്കുകയും വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസുഖം തീവ്രമാകാൻ സാധ്യതയേറിയ വിഭാഗങ്ങളിലുള്ളവർക്ക് ആൻറ്റിവൈറൽ മരുന്നുകൾ കൊടുക്കുന്നത് നല്ല ഫലമുണ്ടാക്കുന്നുണ്ട്. ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ നല്ല ഒരു രോഗപ്രതിരോധ കുത്തിവയ്പ് ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്കിന്ന് ലഭ്യമാണ്. ഘടനയിലും പ്രഹരശേഷിയിലും വ്യത്യാസം വരുത്താനുള്ള വൈറസിൻ്റെ കഴിവിനെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ നിരന്തരം വിവിധ രാജ്യങ്ങളിലുള്ള നിരവധി കേന്ദ്രങ്ങളിൽ കൂടി ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ വർഷവും 2 തവണയായി ഉത്തരാർദ്ധത്തിലെയും ദക്ഷിണാർദ്ധത്തിലെയും രാജ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ ലോകാരോഗ്യ സംഘടന നൽകുന്നു. നമ്മൾ വർഷം തോറും 1 തവണ ഇതെടുക്കേണ്ടതായിട്ടുണ്ട്. 9 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ആദ്യമായി ഇത് കൊടുത്തു തുടങ്ങുമ്പോൾ 1 മാസത്തെ ഇടവേളയിൽ 2 തവണ നൽകണം. സാരമായ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണിത്. ഇന്ത്യയിലെ ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഇത് കുട്ടികളിൽ 6 മാസം മുതൽ കൊടുത്തു തുടങ്ങാൻ നിർദ്ദേശിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല 65 വയസ്സിൽ കൂടുതലുള്ളവർക്കും നേരത്തെ സൂചിപ്പിച്ച അപകട സാധ്യത കൂടുതലായിട്ടുള്ള വിഭാഗക്കാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇത് നൽകുകയാണ് നല്ലത്. ഇത് തടയാനുള്ള മറ്റു മാർഗങ്ങൾ രോഗമുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കോവിഡ് കാലത്തെന്ന പോലെ വൃത്തിയായി കഴുകുക, കണ്ണിലും മൂക്കിലും വായിലും അനാവശ്യമായി തൊടുന്നത് ഒഴിവാക്കുക, ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ തൂവാല കൊണ്ട് മറച്ചുകൊണ്ട് ചെയ്യുക, അതുപോലെ രോഗലക്ഷണമുള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കുക എന്നിവയാണ്. സംഹാര താണ്ഡവമാടിയ കോവിഡ് മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ലോകം മുക്തി പ്രാപിക്കുന്നതേയുള്ളൂ. സാധാരണഗതിയിൽ 10-30 വർഷത്തിലൊരിക്കലാണ് ഇൻഫ്ലുവൻസ പാൻഡമിക് ഉണ്ടാകുന്നത് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്ന പാഠം. കഴിഞ്ഞ പാൻഡമിക് കഴിഞ്ഞിട്ട് 15 വർഷം പിന്നിടുന്നു. ഇനിയും ഒരു പാൻഡമിക് അതുണ്ടാകാതിരിക്കട്ടെ. ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ. Shadha